ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മാത്രോഡ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ +2 പഠനത്തിന് ശേഷം ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിലേക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന എൻട്രൻസ് എക്സാമായ CUET അഥവാ കോമൺ യൂണിവേഴ്സിറ്റീസ് എൻട്രൻസ് ടെസ്റ്റിലെ മാത്തമാറ്റിക്സിലെ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഫങ്ഷൻസിനെ കുറിച്ചാണ്. മാത്തമാറ്റിക്കലി a relation f from a set A to a set B is said to be a function if every element of set A has one and only one image in set B. നമ്മുടെ കയ്യിൽ രണ്ട് സെറ്റ് ഉണ്ട്, എയും ബിയും. രണ്ടും എന്താണ്? നോൺ എംപ്റ്റി സെറ്റ് ആണ്. എന്തെങ്കിലും എലമെന്റ്സ് ഉള്ള രണ്ട് സെറ്റ് ആണ് എയും ബിയും. ഇനി എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷനെ നമ്മൾ അതിനെ എഫ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആ റിലേഷനെ എഫ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആ റിലേഷനെ നമ്മളൊരു ഫംഗ്ഷൻ എന്ന് പറയണമെങ്കിൽ നമ്മൾ എ എന്നുള്ള സെറ്റിലുള്ള ഏത് എലമെന്റ് എടുത്തു കഴിഞ്ഞാലും അതിന് ബിയിൽ ഒരേ ഒരു ഇമേജ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ എഫ് എന്നുള്ള റിലേഷനെ നമ്മൾ എന്ത് പറയും? ഒരു ഫംഗ്ഷൻ എന്ന് പറയും. ഇനി ഫംഗ്ഷന്റെ ഡെഫിനിഷൻ നമുക്ക് മറ്റൊരു രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഇൻ അതർ വേർഡ്സ്, let A and B be two non-empty sets. എയും ബിയും എന്താണ്? രണ്ട് നോൺ എംപ്റ്റി സെറ്റ്സ് ആണ്. എന്തെങ്കിലും എലമെന്റ്സ് ഉള്ള രണ്ട് സെറ്റ്സ് ആണ് എയും ബിയും. എ റിലേഷൻ എഫ് ഫ്രം എ ടു ബി. നമ്മൾ എന്ത് ചെയ്യുക? എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷൻ എടുക്കുക. നമ്മൾ ആ റിലേഷനെ എഫ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമുക്കറിയാം എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. അതെന്താണ്? എ ക്രോസ് ബി എന്നുള്ള സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? എ ക്രോസ് ബി എന്നുള്ള സെറ്റിന്റെ ഒരു സബ്സെറ്റ് എടുക്കുക. അതെന്താണ്? അതൊരു റിലേഷൻ ആയിരിക്കും. ആ റിലേഷൻ നമ്മൾ എഫ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, വിച്ച് ഈസ് കോൾഡ് എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി. ഇനി ആ റിലേഷനെ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് പറയണമെങ്കിൽ നമ്മൾ ഫംഗ്ഷന് മറ്റൊരു വേർഡ്സ് പറയും, മാപ്പിംഗ് അല്ലെങ്കിൽ മാപ്പ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ ഈ എ ക്രോസ് ബി എന്നുള്ള ഈ റിലേഷനെ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് പറയണമെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഏതാണ്? For each A belongs to A, there exists B belongs to B such that A, B belongs to F. നമ്മൾ എയിൽ നിന്ന് ഏത് എലമെന്റ് എ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ബി എന്നുള്ള സെറ്റിൽ നിന്ന് ഒരു ബി എന്നുള്ള എലമെന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. അത് എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? ഈ എ, ബി എന്നുള്ള ഓർഡേർഡ് പെയർ എഫ് എന്നുള്ള റിലേഷനിൽ ഉണ്ടായിരിക്കണം. അടുത്ത പോയിന്റ് ഏതാണ്? ഓർഡേർഡ് പെയർ എ, ബി belongs to F and A, C belongs to F. എ ബി എന്നുള്ള ഈ പെയർ എഫ് എന്നുള്ള റിലേഷനിലുണ്ട്, എ സി എന്നുള്ള ഈ ഓർഡേർഡ് പെയർ എഫ് എന്നുള്ള റിലേഷൻ ഉണ്ടെങ്കിൽ ഓക്കെ, ഈ ബി എന്നുള്ള എലമെന്റും സി എന്നുള്ള എലമെന്റും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഓക്കെ, എന്ന് പറഞ്ഞാൽ മീനിങ് എയുടെ ഇമേജ് ബിയും എയുടെ ഇമേജ് സിയും ആണെങ്കിൽ ഈ ബിയും സിയും എന്തായിരിക്കണം? ഒരേ നമ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരേ എലമെന്റ് ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷൻ ആണ് എഫ് എങ്കിൽ നമ്മൾ ആ എഫിനെ നമ്മൾ എന്ത് പറയും? ഒരു ഫംഗ്ഷൻ എന്ന് പറയും. നെക്സ്റ്റ്, റെപ്രസെന്റേഷൻ. ഇഫ് എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ സെറ്റ് എ ടു എ സെറ്റ് ബി, then we write f from a to b which is read as f is a function from a to b. നമ്മുടെ കയ്യിൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ എഫ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ റീഡ് ചെയ്യുന്നത് f is a function from a to b എന്നാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡെഫിനിഷൻ, ഡൊമൈൻ. ഇൻ എ ഫംഗ്ഷൻ f from a to b, the set a is called domain. നമ്മുടെ കയ്യിൽ എ എന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ എഫ് ഉണ്ടെങ്കിൽ നമ്മൾ എ എന്നുള്ള സെറ്റിനെ നമ്മൾ പറയുന്നത് ഫംഗ്ഷന്റെ ഡൊമൈൻ എന്ന് പറയാം. ഓക്കെ, ആൻഡ് ദ എലമെന്റ്സ് ഓഫ് എ ആർ കോൾഡ് പ്രീ ഇമേജസ്. ഇനി എ എന്നുള്ള സെറ്റിനകത്തുള്ള എലമെന്റ്സിനെ നമ്മൾ പറയാം പ്രീ ഇമേജസ് എന്ന് പറയാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. എഫ് ഫ്രം സെറ്റ് 1 2 3 4 ടു സെറ്റ് 2 4 6 8. നമ്മുടെ കയ്യിൽ 1 2 3 4 എന്നുള്ള സെറ്റിൽ നിന്ന് 2 4 6 8ലേക്കുള്ള ഒരു ഫംഗ്ഷൻ എഫ് ഉണ്ട്. ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്താണ്? ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 into x. എഫ് ഓഫ് എക്സ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? 2 into x എന്നാണ്. എന്ന് പറഞ്ഞാൽ മീനിങ് നമ്മൾ എക്സിന് 1 കൊടുത്താൽ എഫ് ഓഫ് 1 എന്ന് പറയുമ്പോൾ 2 into 1 2 കിട്ടും. ഓക്കെ, എന്ന് പറയുമ്പോൾ 1ന്റെ ഇമേജ് 2 ആണ്.
ഓക്കെ, അപ്പോൾ 1ന്റെ ഇമേജ് എന്താണ്? 2 ആണ്. ഇനി നമ്മൾ എക്സിന് 2 കൊടുത്താൽ എഫ് ഓഫ് 2 ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 4 കിട്ടും. ഓക്കെ, അപ്പോൾ 2ന്റെ ഇമേജ് എന്താണ്? 4 ആണ്. ഇതേപോലെ 3 ഇൻറ്റു 2 6, 3ന്റെ ഇമേജ് 6, 4 ഇൻറ്റു 2 8, 4ന്റെ ഇമേജ് 8. ഈ രീതിയിലാണ് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷന്റെ ഇവിടെ തന്നിരിക്കുന്ന ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്തായിരിക്കും? ഡൊമൈൻ എന്ന് പറയുന്നത് ഇതിലെ ഫസ്റ്റ് സെറ്റ് ആണ്. എന്ന് പറയുമ്പോൾ ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്താണ്? സെറ്റ് 1 2 3 4 ആണ് ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ. നെക്സ്റ്റ് ഡെഫിനിഷൻ, കോഡൊമൈൻ. ഇൻ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി, the set B is called codomain and the elements of B are called images. നമ്മുടെ കയ്യിൽ എ എന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ എഫ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ബി എന്നുള്ള സെറ്റിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? കോഡൊമൈൻ. ഓക്കെ, ഇവിടുത്തെ ബി എന്നുള്ള സെറ്റ് നമ്മൾ കോഡൊമൈൻ എന്ന് പറയും. ഇനി ബി എന്നുള്ള സെറ്റുള്ള എലമെന്റ്സിനെ നമ്മൾ പറയാം ഇമേജസ് എന്നാ പറയാം. ഓക്കെ, നമ്മൾ തൊട്ടു മുമ്പേ ഡിസ്കസ് ചെയ്ത ഈ എക്സാമ്പിളിൽ നമുക്കറിയാം എഫ് എന്നുള്ള ഫംഗ്ഷന് ഈ സെറ്റിൽ നിന്ന് ഈ സെറ്റിലേക്കാണ്. ഓക്കെ, അപ്പൊ ഈ ഫംഗ്ഷന്റെ കോഡൊമൈൻ ഏതാണ്? സെറ്റ് 2 4 6 8 ആണ്. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. എഫ് ഫ്രം സെറ്റ് 1 2 3 4 ടു സെറ്റ് 1 2 3 എക്സെട്ര 16 ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ. നമ്മുടെ കയ്യിൽ 1 2 3 4 എന്നുള്ള സെറ്റിൽ നിന്ന് 1 2 3 എക്സെട്ര 16 എന്നുള്ള ഈ സെറ്റിലേക്ക് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് 1 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1. അപ്പോൾ 1ന്റെ ഇമേജ് എന്തായിരിക്കും? 1ന്റെ ഇമേജ് നമുക്കറിയാം, 1ന്റെ ഇമേജ് എഫ് ഓഫ് 1 എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ 1 ആയിരിക്കും. അടുത്തത് എഫ് ഓഫ് 2 എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ. അപ്പൊ 2ന്റെ ഇമേജ് 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4. ഓക്കെ, ഇനി 3 കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് 3 എന്ന് പറയുമ്പോൾ 3ന്റെ സ്ക്വയർ 9. ഇനി 4 കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് 4 എന്ന് പറയുമ്പോൾ 4 സ്ക്വയർ ആണ്, അത് 16. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ നമുക്ക് 1ഉം 4ഉം 9ഉം 16 ഒക്കെ ഈ സെറ്റിലുണ്ട്. ഓക്കെ, ഇനി നോക്കൂ, നമുക്കറിയാം നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞിരുന്നു ഈ ഫസ്റ്റ് സെറ്റിനാണ് നമ്മൾ എന്ത് പറയാം? ഡൊമൈൻ എന്ന് പറയാം. ഇവിടുത്തെ കോഡൊമൈൻ ഏതാണ്? ഈ രണ്ടാമത്തെ ഈ മുഴുവൻ സെറ്റാണ് എന്ത്? ഇവിടുത്തെ കോഡൊമൈൻ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കോഡൊമൈൻ ഏതാണ്? കോഡൊമൈൻ ഈസ് ഏതാണ്? സെറ്റ് 1 2 3 എക്സെട്ര 16. ഇനി നോക്കൂ, നമ്മൾ ഇവിടെ 1 2 3 4 എന്നുള്ള എലമെന്റ്സ് ഫംഗ്ഷനിൽ കൊടുത്ത സമയത്ത് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയ നമ്പേഴ്സ് ഉണ്ടല്ലോ, അതാരൊക്കെയാണ്? 1 4 9 16. അത് എവിടെ ഉണ്ടായിരിക്കും? ഈ സെറ്റിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, 1 4 9 16. ആ 1 4 9 16 നമ്മൾ മാറ്റി വെക്കുക. ആ സെറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? റേഞ്ച് എന്ന് പറയുമ്പോൾ ഈ എലമെന്റ്സ്, ഡൊമൈനിലുള്ള എലമെന്റ്സ് നമ്മൾ ഫംഗ്ഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്ന വാല്യൂസ്, അതിനാണ് നമ്മൾ എന്ത് പറയാ? അത് നമ്മളൊരു സെറ്റ് ആക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ സെറ്റിന് നമ്മൾ എന്ത് പറയും? റേഞ്ച് എന്ന് പറയും. ഓക്കെ, സോ റേഞ്ച് എന്താണ്? The set of all f images of A is known as the range of f. നമ്മളെ f എന്നുള്ള ഫംഗ്ഷനിൽ a എന്നുള്ള ഡൊമൈനിലെ വാല്യൂസ് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്ന വാല്യൂസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിനെ മറ്റൊരു രീതിയിൽ ഡിനോട്ട് ചെയ്യാം. എഫ് ഓഫ് എ എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? എ എന്നുള്ള സെറ്റിന്റെ ഇമേജ് അണ്ടർ എഫ്. എഫ് എന്നുള്ള ഫംഗ്ഷനിൽ നമ്മൾ എ എന്നുള്ള സെറ്റിൽ എലമെന്റ്സ് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്ന വാല്യൂസ്, അതാണ് എന്ത്? നമ്മുടെ റേഞ്ച്. അപ്പൊ നമുക്ക് എഫ് ഓഫ് എ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എ എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സിന്റെ ഇമേജുകൾ. ഇനി എക്സുകൾ എവിടുത്തെ എലമെന്റ്സ് ആയിരിക്കണം? എ എന്നുള്ള സെറ്റിലെ എലമെന്റ്സ്. അപ്പൊ നമ്മൾ എ എന്നുള്ള സെറ്റിലെ എലമെന്റ്സ് എക്സുകൾ ഫംഗ്ഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എഫ് ഓഫ് എക്സ് വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എഫ് എന്നുള്ള ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾ നമ്മളൊരു ഡയഗ്രാമാറ്റിക്കലി ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ ആണ്. എഫ് എന്നുള്ള ഫംഗ്ഷൻ എയിൽ നിന്ന് ബി എന്നുള്ള സെറ്റിലേക്കാണ്. എയിലുള്ളത് 1 2 3 4 ആണ്. ബിയിലുള്ളത് 1 2 3 എക്സെട്ര 16 വരെയുള്ള എലമെന്റ്സ് ആണ്. ഇത് നോക്കൂ, എഫ് ഓഫ് 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1ന്റെ ഇമേജ് എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 തന്നെ. അപ്പോൾ 1ന്റെ ഇമേജ് എന്തായിരിക്കും? 1ന്റെ ഇമേജ് 1 ആയിരിക്കും.
ഓക്കെ, നമുക്കത് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാം. 1 ഇമേജ് 1. ഇനി 2 ഇമേജ് എഫ് ഓഫ് 2 എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ 4. അപ്പൊ 2 ഇമേജ് എന്തായിരിക്കും? 2 ഇമേജ് 4 ആയിരിക്കും. ഇനി എഫ് ഓഫ് 3 എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് ഓഫ് 3 എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ 9. അപ്പൊ 3 ഇമേജ് 9 ആയിരിക്കും. ഓക്കെ, ഇനി നോക്കൂ 4 ഇമേജ് എന്തായിരിക്കും? ഇവിടുത്തെ 4 ഇമേജ് എഫ് ഓഫ് 4 എന്ന് പറയുന്നത് 4 സ്ക്വയർ, അതായത് 16 ആയിരിക്കും. 4 ഇമേജ് 16 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് 1 2 3 4 എന്നുള്ള സെറ്റ് ആണ്. കോഡൊമൈൻ എന്ന് പറയുന്നത് 1 2 3 എക്സെട്ര 16 എന്നുള്ള എലമെന്റ്സ് ഉള്ള സെറ്റ് ആണ്. ഇനി ഈ ഫംഗ്ഷന്റെ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? 1 4 9 16 ഈ 4 എലമെന്റ്സ് മാത്രമുള്ള സെറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും നോക്കാം. ദി ഗ്രാഫ് ഓഫ് എ റിയൽ ഫംഗ്ഷൻ എഫ് consists of points whose coordinates x, y satisfy y equal to f of x for all x belongs to domain of f. നമ്മൾ എന്ത് ചെയ്യുക? f എന്നുള്ള ഫംഗ്ഷന്റെ ഡൊമൈനിലുള്ള എല്ലാ പോയിന്റ്സ് എക്സും എടുക്കുക, എന്നിട്ട് അത് എഫിൽ കൊടുക്കുക. ഓക്കെ, അപ്പൊ എക്സ് കൊടുത്താൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? എക്സിന്റെ ഇമേജ് എഫ് ഓഫ് എക്സ് ആയിരിക്കും കിട്ടുക. നമ്മൾ ആ എഫ് ഓഫ് എക്സ് നമ്മൾ y എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഡൊമൈനിലുള്ള പോയിന്റ് ഒരു പോയിന്റ് എടുക്കുക എക്സ്, അതിന്റെ ഇമേജ് എഫ് ഓഫ് എക്സ് നമ്മൾ ഫൈൻഡ് ചെയ്യുക. ആ എഫ് ഓഫ് എക്സ് നമ്മൾ y എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡൊമൈനിലുള്ള പോയിന്റ് പിന്നെ അതിന്റെ ഇമേജ് ഫൈൻഡ് ചെയ്യുക. ഇങ്ങനെ ഈ എക്സ് വൈ പോലത്തെ പെയേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ എക്സ് വൈ ആക്സിസ് വരച്ചിട്ട് പ്ലെയിനിൽ നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ പോയിന്റ്സിനെ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ, സ്മൂത്ത് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും എന്ത്? നമ്മുടെ ഫംഗ്ഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഇവിടെ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു 2x എന്നുള്ളൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. നമുക്ക് ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കണം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും നമ്മൾ ഡ്രോ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് എക്സിന് നമ്മൾ കൊടുക്കാം. ഓക്കെ, നമുക്ക് എക്സിന് വേണമെങ്കിൽ ഒരു 0 കൊടുക്കാം. 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? എഫ് ഓഫ് 0 എന്ന് പറയുമ്പോൾ 2 into 0. ഓക്കെ, എന്ന് പറയുമ്പോൾ 2 into 0 എന്ന് പറയുമ്പോൾ 0. അപ്പോൾ എഫ് ഓഫ് എക്സ് ആണ് നമ്മുടെ എന്ത്? y. അപ്പൊ നമുക്ക് വൈന്റെ വാല്യൂ എന്താണ് കിട്ടുക? എഫ് ഓഫ് എക്സിന് 0 കൊടുക്കുമ്പോൾ എഫ് ഓഫ് 0 എന്ന് പറയുമ്പോൾ 2 into 0 0. അപ്പോൾ വൈന്റെ വാല്യൂ 0 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത്? എക്സിന് ഒരു 2 കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് കൊടുക്കാം. 2 കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് 2 എന്ന് പറയുമ്പോൾ 2 into 2 നമുക്ക് 4 ആ കിട്ടാം. ഇത് നമുക്ക് എക്സിന് എന്ത് ചെയ്യാം? നമുക്കൊരു നെഗറ്റീവ് വാല്യൂ കൊടുത്തു നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു -2 എന്ന് കൊടുത്തു. അപ്പോൾ എഫ് ഓഫ് -2 എന്ന് പറയുമ്പോൾ 2 into -2 എന്ന് പറയുമ്പോൾ -4 കിട്ടും. ഈ പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യുക? സിമ്പിൾ ആയിട്ട് ഈ എക്സ് വൈ പ്ലെയിനിൽ നമ്മൾ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. നോക്കൂ, 0 0, എക്സും 0 വൈയും 0. അത് ഏതായിരിക്കും പോയിന്റ്? ഇതാണ് നമ്മുടെ എക്സും വൈയും 0 എന്ന പോയിന്റ്. അടുത്തത് 2 4, എക്സ് 2ഉം വൈ 4ഉം. അപ്പൊ എക്സിന്റെ നേരെ 2, വൈന്റെ നേരെ 4 എന്ന് പറയുമ്പോൾ നമുക്കിത് ഏകദേശം ഇവിടെ വരും. ഓക്കെ, അടുത്തത് എക്സ് -2 ആണെങ്കിൽ വൈ -4 ആണ്. അപ്പൊ നമ്മൾ നോക്കിയാൽ എക്സ് -2, വൈ നമ്മൾ ഇവിടേക്ക് -4ലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. ഓക്കെ, വൈ ഇവിടെ -4. അപ്പൊ നോക്കൂ, ഇവിടെ എക്സ് -2ഉം വൈ -4 എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ പോയിന്റ് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? നമുക്കിവിടെ 0 0 2 4 -2 -4 അങ്ങനെ 3 പോയിന്റ്സ് ആണ് ഉള്ളത്. ആ 3 പോയിന്റ്സ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ 3 പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ നമ്മൾ വരയ്ക്കുക. ഓക്കെ, സോ ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ ഈ ഒരു ലൈൻ ആണ് എന്ത്? നമ്മുടെ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു 2x എന്നുള്ള ഫംഗ്ഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വേർട്ടിക്കൽ ലൈൻ ടെസ്റ്റ്. നമുക്കൊരു ഫിഗർ തന്നു കഴിഞ്ഞാൽ അതൊരു ഫംഗ്ഷന്റെ ഗ്രാഫ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഇത് വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഒരു ഫിഗർ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളൊരു ലൈൻ വരയ്ക്കാം. എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ വൈ ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈന് നമ്മൾ ഗ്രാഫിലുള്ള ഭാഗത്തൂടെ നമ്മൾ വരയ്ക്കുക. ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ആ വരയ്ക്കുന്ന ലൈന് ഗ്രാഫിന്റെ ഒന്നിൽ കൂടുതൽ പോയിന്റ്സിൽ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഫംഗ്ഷന്റെ ഗ്രാഫ് അല്ല. എക്സാക്ട്ലി കറക്റ്റ് ഒരു പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ എങ്കിൽ ആ ഗ്രാഫ് എന്താണ്? ഒരു ഫംഗ്ഷന്റെ ഗ്രാഫാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ എടുത്ത ഒരു എക്സാമ്പിൾ പ്രകാരം ഇത് നമ്മുടെ ഒരു ഫംഗ്ഷന്റെ ഗ്രാഫാണെന്ന് നമുക്കറിയാം.
നമ്മൾ ഇത് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യുന്നത്? നമ്മൾ എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ വൈ ആക്സിന് പാരലൽ ആയിട്ട് ഗ്രാഫിലുള്ള ഭാഗത്തൂടെ നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു നോക്കാം. ഇങ്ങനെ ലൈൻ വരയ്ക്കുന്ന സമയത്ത് ഇതാ ഇവിടെ ഒരു പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ. ഈ ഭാഗത്തൂടെ വരയ്ക്കുമ്പോൾ അതാ ഈ ഒരു പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ നമ്മൾ ഗ്രാഫുള്ള ഏത് ഭാഗത്തിലൂടെ വരയ്ക്കുമ്പോഴും ഈ വരയ്ക്കുന്ന ലൈനും നമ്മളെ ഗ്രാഫിന്റെ ലൈനും തമ്മിൽ കറക്റ്റ് ഒരു പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ എങ്കിൽ ഈ തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷന്റെ ഗ്രാഫാണ്. ഒന്നിൽ കൂടുതൽ ഭാഗങ്ങളിൽ ലൈനും കർവും തമ്മിൽ അല്ലെങ്കിൽ ലൈനും ഗ്രാഫും തമ്മിൽ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നിരിക്കുന്നത് ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് അല്ല. ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ്. നമ്മൾ എന്ത് ചെയ്യുക? വെർട്ടിക്കലി ഒരു ലൈൻ വരച്ചിട്ടാണ് ഇത് ചെക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൽ വരുന്ന ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. ഇഫ് കെ ഇസ് എ ഫിക്സഡ് റിയൽ നമ്പർ, കെ എന്നുള്ളത് എന്താണ്? ഒരു ഫിക്സഡ് ആയിട്ടുള്ള റിയൽ നമ്പർ ആണ്. then a function f of x equal to k is the set R of all x belongs to R is called a constant function. നമ്മുടെ ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? f of x equal to k എന്ന് പറയുമ്പോൾ നമ്മൾ എക്സിന് നമ്മൾ എന്ത് നമ്പർ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുത്താലും നമുക്ക് ആൻസർ ആയിട്ട് നമുക്ക് എന്തേ കിട്ടുള്ളൂ? നമ്മൾ ഇവിടെ എടുത്ത k എന്നുള്ള ഈ ഫിക്സഡ് നമ്പർ മാത്രമേ നമുക്ക് എപ്പോഴും ആൻസർ ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എക്സിന് നമുക്ക് എന്ത് വാല്യൂ കൊടുത്താലും നമ്മൾ ആൻസർ എപ്പോഴും എന്തായിരിക്കും? ഈ k എന്നുള്ള കോൺസ്റ്റന്റ് നമ്പർ ആയിരിക്കും. ഈ നമ്പർ മാറില്ല. ഇങ്ങനെ ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ നോക്കൂ, നമ്മുടെ ഈ കോൺസ്റ്റന്റ് ഫംഗ്ഷനിൽ നമുക്ക് എക്സിന് എന്ത് വാല്യൂം ഇൻപുട്ട് ആയിട്ട് കൊടുക്കാം. എന്ന് പറയുമ്പോൾ നമ്മൾ റിയൽ ലൈനിലുള്ള എന്ത് നമ്പറും നമുക്ക് എക്സിന് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസിനാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഡൊമൈൻ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു കെ എന്നുള്ള ഈ കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഡൊമൈൻ എന്തായിരിക്കും? ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ആർ ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആയിരിക്കും. എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് റിയൽ നമ്പർ നമുക്ക് എന്ത് ചെയ്യാം? എക്സിന്റെ സ്ഥാനത്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡൊമൈന് റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് ആയിരിക്കും. ഇനി റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്ന വാല്യൂ ആണ്. ഇവിടെ റേഞ്ച് എന്നുള്ളത് ഒരേ ഒരു നമ്പർ നമുക്ക് എപ്പോഴും ആൻസർ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ ഇവിടുത്തെ റേഞ്ച് എന്താണ്? റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് ഒരൊറ്റ നമ്പർ ആയിരിക്കും, ഒരു സിംഗിൾട്ടൺ സെറ്റ് ആയിരിക്കും. ഓക്കെ, അതിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? കെ എന്നുള്ള ഒരു നമ്പർ മാത്രം. ഓക്കെ, ഇനി നമ്മുടെ കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും നോക്കാം. ദ ഗ്രാഫ് ഓഫ് എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു കെ ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു കെ എന്നുള്ള കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഗ്രാഫ് എപ്പോഴും എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, എന്ന് പറയുമ്പോൾ നമ്മുടെ വൈ ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി നോക്കൂ, വിച്ച് ഈസ് എബോവ് ഓർ ബിലോ എക്സ് ആക്സിസ്. ഒന്നുകിൽ എക്സ് ആക്സിസിന്റെ മേലെ ആയിരിക്കും ഗ്രാഫ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ എക്സ് ആക്സിസിന്റെ താഴെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി എക്സ് ആക്സിസിന്റെ മേലെ ഉണ്ടാവുന്നത് എപ്പോഴാണ്? നമ്മുടെ ഈ കെ എന്നുള്ള നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ എക്സ് ആക്സിസിന്റെ മേലെ ആയിരിക്കും ഗ്രാഫ് ഉണ്ടായിരിക്കുക. കെ നെഗറ്റീവ് ആണെങ്കിൽ എക്സ് ആക്സിസിന്റെ താഴെ ആയിരിക്കും ഗ്രാഫ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി നമ്മുടെ കെ സീറോ ആണെങ്കിലോ? കെ സീറോ എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? നമ്മൾ ഈ കോൺസ്റ്റന്റ് സീറോ എന്നാണ്. എന്ന് പറയുമ്പോൾ അത് എന്ത് തന്നെയാണ്? നമ്മുടെ എക്സ് ആക്സിസ് തന്നെയാണ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഈ ഒരു ഗ്രാഫ് ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ 1ന്റെ നേരെ 3 ആണ് വാല്യൂ. എന്ന് പറയുമ്പോൾ 1 നമ്മൾ ഫംഗ്ഷനിൽ കൊടുത്താൽ നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത്? ആൻസർ 3 ആണ്. നോക്കൂ, 2 കൊടുത്താൽ 2ന്റെ നേരെയുള്ള പോയിന്റ് 3 ആണ്. വൈ ആക്സിസിൽ 3 ആണ് പോയിന്റ്. എന്ന് പറയുമ്പോൾ 2 കൊടുത്താൽ നമുക്ക് ആൻസർ 3 ആണ്. ഓക്കെ, നോക്കൂ, എക്സിൽ 3 കൊടുത്താൽ ഈ പോയിന്റ് ഈ 3ന്റെ നേരെ ഉള്ള വാല്യൂ വൈ വാല്യൂ 3 ആണ്. അപ്പൊ എഫ് ഓഫ് 3 ആണ്. നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയാൽ മതി. -1 എക്സിന് -1 കൊടുത്താലും വാല്യൂ 3 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് വാല്യൂ നമ്മൾ കൊടുത്താലും ആൻസർ എപ്പോഴും എന്താണ്? 3 ആണ്. അപ്പൊ നമ്മൾ ഈ എക്സിന് നമ്മൾ 1ഓ 2ഓ 3ഓ -1ഓ 0ഓ എന്ത് വാല്യൂ കൊടുത്താലും നമ്മൾ ആൻസർ എപ്പോഴും എന്താണ്? 3 ആണ്. അപ്പൊ ഈ ഫംഗ്ഷൻ ഏതാണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3. അപ്പൊ ഇവിടുത്തെ ഫംഗ്ഷൻ എന്താണ്? കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ രൂപത്തിലാണുള്ളത്. ഇവിടുത്തെ കെ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, ഈ 3 എന്നുള്ള നമ്പർ പോസിറ്റീവ് ആയതുകൊണ്ടാണ് എക്സ് ആക്സിസിന്റെ മേലേക്ക് ഗ്രാഫ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ആണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. The function that associates each real number to itself
is called the identity function and is usually denoted by I. നമ്മൾ ഐഡന്റിറ്റി ഫംഗ്ഷന് ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ I എന്നാണ്. ഇനി എന്താണ് ഇതിന്റെ പ്രത്യേകത? നമ്മൾ എന്ത് വാല്യൂ നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുത്താൽ നമുക്ക് ആൻസർ ആയിട്ട് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് സെയിം നമ്പർ തന്നെ ആയിരിക്കും, സെയിം വാല്യൂ തന്നെ ആയിരിക്കും. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. നോക്കൂ, നമ്മൾ ഇതിന് എന്ത് വാല്യൂ കൊടുക്കുന്നു അതേ ആൻസർ തന്നെ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. നോക്കൂ, എഫ് ഓഫ് 3 കൊടുത്താൽ ആൻസർ 3, എഫ് ഓഫ് 4 കൊടുത്താൽ 4. ഓക്കെ, ഈ ഫംഗ്ഷൻ ആണ് എന്ത്? ഐഡന്റിറ്റി ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ ഇതിനെ സാധാരണ എഫ് എന്നല്ല ഡിനോട്ട് ചെയ്യുക, ഐ എന്നാണ് ഡിനോട്ട് ചെയ്യുക. അപ്പൊ ഐ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്നാണ് ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഡെഫിനിഷൻ. ഓക്കെ, thus the function I from R to R defined by I of x equal x for all x belongs to R is called the identity function. Okay, so നമുക്ക് ഐഡന്റിറ്റി ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ പറയാം? ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഡൊമൈന് റിയൽ നമ്പേഴ്സ് ആണ്, കോഡൊമൈൻ റിയൽ നമ്പേഴ്സ് ആണ്. അപ്പൊ ആറിൽ നിന്ന് ആറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഡെഫിനിഷൻ എങ്ങനെയാണ്? ഐ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ ഡൊമൈൻ എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. സോ ഡൊമൈന് റിയൽ നമ്പേഴ്സ് ആണ്, കോഡൊമൈൻ എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. ഇനി നമുക്ക് റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്ന വാല്യൂസ് ആണല്ലോ. ഇവിടെ നോക്കൂ, നമ്മൾ എന്ത് വാല്യൂ റിയൽ നമ്പർ ആയിട്ട് ഇവിടെ കൊടുത്താലും നമുക്ക് ആൻസർ ആയിട്ട് അതേ നമ്പർ ഇവിടെ കിട്ടും. അപ്പൊ എന്തൊക്കെ വാല്യൂ ഇവിടെ ഉണ്ടോ അതെല്ലാം നമുക്ക് ഇവിടെയും കിട്ടും. അപ്പൊ മൊത്തം റിയൽ നമ്പേഴ്സിലുള്ള എല്ലാ പോയിന്റ് കൊടുത്താലും നമുക്ക് മൊത്തം റിയൽ നമ്പേഴ്സിലുള്ള എല്ലാ പോയിന്റ് ഇവിടെ കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് എല്ലാ പോയിന്റ്സും കിട്ടും റിയൽ നമ്പേഴ്സിൽ. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് കിട്ടുന്ന മൊത്തം നമ്പേഴ്സും എന്താണ്? മൊത്തം റിയൽ നമ്പേഴ്സും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ റേഞ്ച് എന്താണ്? റേഞ്ച് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് തന്നെ ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ 1 കൊടുത്തു, വാല്യൂ 1 കൊടുത്തു. അപ്പോൾ ഐ ഓഫ് 1 എന്ന് പറയുമ്പോൾ 1. അപ്പോൾ 1ന്റെ ഇമേജ് 1 ആണ്. അപ്പോൾ നമുക്ക് 1ന്റെ നേരെ നമ്മൾ ഇവിടെ 1 മാർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതായിരിക്കും പോയിന്റ്. ഇനി ഐ ഓഫ് 2 എന്ന് പറയുമ്പോൾ ആൻസർ 2 തന്നെയാണ്. അപ്പോൾ 2 കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് 2. അപ്പോൾ 2 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യാം, ഇവിടെ ആയിരിക്കും പോയിന്റ്. അതേപോലെ നമ്മൾ 3 കൊടുത്താൽ ഐ ഓഫ് 3 ഈക്വൽ ടു 3, അപ്പോൾ 3 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യുക, ഇവിടെ ആയിരിക്കും നമ്മുടെ പോയിന്റ്. അതുപോലെ 0 കൊടുത്താൽ ഐ ഓഫ് 0 ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ 0 കൊടുത്താൽ 0. മൈനസ് വാല്യൂസ് കൊടുത്താൽ ഐ ഓഫ് -1 ഈക്വൽ ടു -1. അപ്പോൾ എക്സ് -1 കൊടുത്താൽ y വാല്യൂ -1, ഇവിടെ ആയിരിക്കും നമ്മുടെ പോയിന്റ്. അപ്പൊ ഈ കിട്ടുന്ന പോയിന്റ്സിനെ നമ്മൾ ഒരു ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലൈൻ ആയിരിക്കും എന്ത്? നമ്മൾ ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഗ്രാഫിന്റെ പ്രത്യേകത എന്തായിരിക്കും? The graph of the identity function is a straight line. അതൊരു straight line ആയിരിക്കും. ഓക്കെ, പാസിംഗ് ത്രൂ ദ ഒറിജിൻ. ഒറിജിൻ എന്ന് പറയുമ്പോൾ ഈ 0 0 എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമ്മുടെ ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഗ്രാഫ്. ആൻഡ് ഇൻക്ലൈൻഡ് അറ്റ് ആംഗിൾ ഓഫ് 45 ഡിഗ്രി വിത്ത് എക്സ് ആക്സിസ്. എക്സ് ആക്സിസുമായിട്ട് ഇത് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായിരിക്കും, ഈ ആംഗിൾ എത്രയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ആണ് മോഡുലസ് ഫംഗ്ഷൻ. ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മൈനസ് എക്സ് വെൻ എക്സ് ലെസ് ദാൻ 0 ഈസ് കോൾഡ് ദ മോഡുലസ് ഫംഗ്ഷൻ. നമ്മുടെ കയ്യിൽ എഫ് ഓഫ് എക്സ് ഉള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. അത് ഏതാണ് ഫംഗ്ഷൻ? മോഡുലസ് ഫംഗ്ഷൻ ആണ്. നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഈ രൂപത്തിലാണ്. ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ ഡെഫിനിഷൻ? എക്സിന്റെ വാല്യൂ 0യോ പോസിറ്റീവ് ആണെങ്കിൽ മോഡ് എക്സിന്റെ വാല്യൂ എക്സ് തന്നെ ആയിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താണ്? അപ്പൊ നമുക്ക് മോഡുലസ് 3 ആണ് ഫൈൻഡ് ചെയ്യേണ്ടതെങ്കിൽ ഇതിനകത്തുള്ള ഈ നമ്പർ നമ്മൾ നോക്കുക, 3. അത് പോസിറ്റീവ് ആണ് നോക്കുക. പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ നമ്പർ അവിടെ എഴുതിയാൽ മതി. ഓക്കെ, ഇത് നോക്കൂ, മോഡിനകത്ത് 0 ആണ്. ഓക്കെ, 0യോ അല്ലെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ അതേ നമ്പർ എഴുതിയാൽ മതി. അപ്പൊ ഇവിടെ 0 ആയതുകൊണ്ട് നമ്മുടെ ആൻസർ 0 തന്നെ എഴുതിയാൽ മതി. ഇനി എക്സ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ എക്സ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? എക്സിന്റെ കൂടെ എക്സ്ട്രാ ഒരു മൈനസ് ചേർക്കുക. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ മോഡ് -3 ഫൈൻഡ് ചെയ്യണമെങ്കിൽ നോക്കൂ, ഈ മോഡിനകത്തുള്ള നമ്പർ നെഗറ്റീവ് ആണ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 0 ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒരു മൈനസ് ഇടുക. ഓക്കെ, എന്നിട്ട് ആ എക്സ് അവിടെ എഴുതുക. എക്സ് എന്ന് പറയുന്നത് ഇവിടെ -3 ആണ്. ഓക്കെ, അപ്പോൾ -3 എന്താവും? 3 ആയിരിക്കും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്
എക്സിന് നമ്മൾ എന്ത് വാല്യൂ കൊടുത്താലും നമ്മൾ ആൻസർ ഒരിക്കലും നെഗറ്റീവ് കിട്ടില്ല. ഓക്കെ, ഒന്നുകിൽ 0 ആയിരിക്കും അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ മോഡുലസ് ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണ്? നെഗറ്റീവ് വാല്യൂസ് ഒരിക്കലും ഫംഗ്ഷന് കിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്തായിരിക്കും? ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആയിരിക്കും. എന്ന് പറയുമ്പോൾ നമുക്ക് എക്സിന് നമുക്ക് എന്ത് വാല്യൂസും കൊടുക്കാം. പക്ഷെ നമ്മുടെ റേഞ്ച് എന്തായിരിക്കും? റേഞ്ചിൽ നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സ് കിട്ടില്ല. എന്ന് പറയുമ്പോൾ R+ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. റേഞ്ച് എന്ന് പറയുന്നത് R+ ആയിരിക്കും. R+ നെഗറ്റീവ് അല്ലാത്ത എല്ലാ റിയൽ നമ്പേഴ്സും. ഓക്കെ, സോ R+ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ 0 അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ആയിരിക്കും റേഞ്ച്. അപ്പൊ നെഗറ്റീവ് നമ്പേഴ്സ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് റേഞ്ച് എന്തായിരിക്കും? 0 അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള റിയൽ നമ്പേഴ്സ്. ഇനി നമ്മുടെ മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു വി ഷേപ്പുള്ള ഗ്രാഫ് ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. ഇതായിരിക്കും മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫ്. ഓക്കെ,